So what's gone is gone. Now we both moved on. Oh, that's la la la. നമുക്കിന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ മുളക് ബജിയും അതിന് കൂട്ടി തിന്നാൻ പറ്റിയ നല്ല ഉള്ളിച്ചമ്മന്തിയും എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ മുളക് എടുത്തിട്ടുണ്ട്. അത് രണ്ടാക്കി മുറിച്ചിട്ട് എടുത്ത് വെക്കണം. ഒരു പാത്രത്തിലേക്ക് 6 കപ്പ് കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 1/2 കിലോയിലും കൂടുതൽ ഉണ്ടാവും. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അത് നൈസായിട്ടുള്ള ഒറോട്ടിൻ്റെയോ പത്തിരിൻ്റെയോ പൊടിയായാൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കുക. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ നല്ലോണം തിളപ്പിച്ചിട്ട് അതും കൂടി ഒഴിച്ച് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാറ്റർ കുറച്ച് കട്ടിയായിട്ട് തോന്നും. അന്നേരം കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇനി നേരത്തെ മുറിച്ച് വെച്ച മുളകിലേക്ക് കുറച്ച് വിനാഗിരിയും ഉപ്പും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് പുളിവെള്ളം ചേർത്താലും മതി. ഇനി ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുക. അത് ചൂടായാൽ നമ്മൾ മുളക് ഓരോന്നെടുത്ത് ബാറ്ററിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 2-2.5 കപ്പ് വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. കടലമാവിന് അധികം വെള്ളം വേണ്ടി വരില്ല. അപ്പോൾ അത് മിക്സ് ചെയ്യുമ്പോൾ നോക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. മുളക് ഇട്ട് കൊടുത്ത് അത് പൊങ്ങി വന്നാൽ നമുക്കതൊന്ന് ഇളക്കി അത് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് വലിയ ബജി മുളക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് 3-4 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് പൊരിച്ചെടുത്താൽ മതി. മുളക് ബജി ചൂടോടുകൂടി തിന്നുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും. പിന്നെ കുറച്ച് തണിഞ്ഞു പോയാൽ അത് സോഫ്റ്റായി പോവും. ഇതിന് തീരെ എണ്ണ കുടിക്കൂല. പിന്നെ നമ്മൾ മുളക് ബജിൻ്റെ ചമ്മന്തിയും കൂട്ടിയിട്ട് തിന്നുമ്പം നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മളെ ബജിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുള്ളൂ. കുറച്ച് ഉള്ളി വേണം, പച്ചമുളക് വേണം, മല്ലിയില വേണം. ഇത് നമുക്ക് ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് എരിവ് ഇത്ര വേണ്ടെങ്കിൽ കുറച്ച് കൊടുത്താൽ മതി. ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ പച്ചമുളകും മല്ലിയിലയും ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. ഈ ചമ്മന്തി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മളെ ബജി മുളകിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.